കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയെ ചൊല്ലി CPM തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിൽ ഉടലെടുത്ത ആഭ്യന്തര തർക്കങ്ങൾ ഇപ്പോൾ വൻ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന പാർട്ടി അവലോകന യോഗങ്ങളിൽ മുതിർന്ന നേതാക്കളും ജനപ്രതിനിധികളും പരസ്യമായി ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതോടെ അണികളും വലിയ ആശയക്കുഴപ്പത്തിലാണ്. പ്രത്യേകിച്ച് നേമം നിയമസഭാ മണ്ഡലത്തിലെ കനത്ത പരാജയത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് തലസ്ഥാനത്തെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരിന് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. മുതിർന്ന നേതാവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ വി ശിവൻകുട്ടി യോഗത്തിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ രംഗത്ത് വന്നതാണ് ഈ തർക്കങ്ങൾ തെരുവിലേക്ക് എത്തിച്ചത്. കോർപ്പറേഷൻ മേയർ എന്ന നിലയിലുള്ള ആര്യയുടെ പ്രവർത്തനങ്ങളും ജനങ്ങളോടുള്ള സമീപനവും പൊതുസമൂഹത്തിൽ വലിയ തോതിൽ അവമതിപ്പുണ്ടാക്കിയെന്നും ഇതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി മാറിയതെന്നും ശിവൻകുട്ടി തുറന്നടിച്ചു. ആര്യയുടെ സ്വന്തം തട്ടകവും വീടുമുള്ള മുടവൻ മുക്കൽ വാർഡ് ഉൾപ്പെടുന്ന ബൂത്തിൽ 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പാർട്ടി ഉറപ്പിച്ചിരുന്നത്. എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ വെറും 5 വോട്ടിന്റെ തുച്ഛമായ ലീഡ് മാത്രമാണ് ഇവിടെ ഇടതുപക്ഷത്തിന് ലഭിച്ചതെന്ന കണക്കുകൾ നിരത്തിയായിരുന്നു മുതിർന്ന നേതാവിന്റെ കടന്നാക്രമണം. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആര്യയെ തന്റെ പ്രചരണ വാഹനത്തിൽ കയറ്റിയപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ പരസ്യമായി കാറി തുപ്പുന്നതിന് സമാനമായ കടുത്ത രോഷമാണ് പ്രകടിപ്പിച്ചതെന്നും ആര്യ വോട്ട് കുറയ്ക്കുമെന്ന് സാധാരണ പ്രവർത്തകർ പോലും ഭയപ്പെട്ടിരുന്നുവെന്നും ശിവൻകുട്ടി യോഗത്തിൽ വെളിപ്പെടുത്തി. മുതിർന്ന നേതാവിന്റെ ഈ പരസ്യമായ ആക്ഷേപങ്ങൾക്കെതിരെ ഒട്ടും വിട്ടുകൊടുക്കാതെ മുൻ മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തെത്തിയതോടെ പാർട്ടിയിലെ ഭിന്നത പൂർണ്ണമായും മറനീക്കി പുറത്തു വന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വി ശിവൻകുട്ടി തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും തെറ്റായ കാര്യങ്ങളാണെന്നും പരാജയത്തിന്റെ പേരിൽ തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും ബലിയാടാക്കാനുമാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും ആര്യ മറുപടി നൽകി. ഈ വിവാദ പരാമർശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥ വസ്തുതയെന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ മുതിർന്ന നേതൃത്വം തയ്യാറാകണമെന്ന് ആര്യ ആവശ്യപ്പെട്ടു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പുതിയ തലമുറയിലെ ആളുകളോട് ഇത്തരത്തിലാണോ പെരുമാറേണ്ടതെന്നും എന്ത് വന്നാലും തനിക്കെതിരെ ഉയർന്ന ഈ ആക്ഷേപങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലെന്നും ആര്യ വ്യക്തമാക്കിയതോടെ തിരുവനന്തപുരത്തെ മാറിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ പുറത്തുവരികയാണ്. മുൻപ് കോർപ്പറേഷനിൽ ഉണ്ടായ തിരിച്ചടികളിൽ ആര്യയെ സംരക്ഷിച്ചിരുന്ന ശിവൻകുട്ടി തന്നെ ഇപ്പോൾ തോൽവിയുടെ ഭാരം ആര്യയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത് പാർട്ടിയിലെ കടുത്ത ചേരിതിരിവിന്റെ തെളിവാണ്. നേമം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ CPIM-ന് വൻ വോട്ട് ചോർച്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വ്യക്തമാകും. മണ്ഡലത്തിൽ മത്സരിച്ച വി ശിവൻകുട്ടിക്ക് കേവലം 39,147 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ കൃത്യമായ ആധിപത്യം പുലർത്തിയ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ 3800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേമത്ത് വൻ വിജയം ഉറപ്പിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച KS ശബരിനാഥൻ 23,099 വോട്ടുകളും നേടി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 23 വാർഡുകൾ ഉൾപ്പെടുന്ന നേമം മണ്ഡലത്തിൽ BJP വൻതോതിൽ വോട്ട് സമാഹരിച്ചപ്പോൾ പാർട്ടിയുടെ കോട്ടകളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പല കേന്ദ്രങ്ങളിലും വോട്ട് കുത്തനെയിടിഞ്ഞു. കോർപ്പറേഷൻ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ അതൃപ്തിയാണ് നിയമസഭയിലും പ്രതിഫലിച്ചതെന്ന ശിവൻകുട്ടിയുടെ ആരോപണവും പരാജയത്തിൽ നിന്ന് മുതിർന്ന നേതാക്കൾ സ്വയം രക്ഷപ്പെടാൻ തന്നെ കരുവാക്കുകയാണെന്ന ആര്യയുടെ പ്രത്യാരോപണവും CPIM തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തെ വരും ദിവസങ്ങളിൽ കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്.